ലീഗിന്റെ മുസ്ലിം സ്നേഹം അത് വാചകത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ദേ ഈ പ്രതികരണം കേട്ടോളൂ. വേറെ ആരുമല്ല, വലിയ ഘാളിയായിട്ടുള്ള പാണക്കാട് തങ്ങൾ തന്നെ പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാ മുസ്ലിങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രതികരിക്കുമെന്ന് കരുതരുത്. എന്തുകൊണ്ട് ഫക്കീർ ഖാൻ കോളനിയിലെ ബുൾഡോസർ രാജിനെ സംബന്ധിച്ച് ഞങ്ങൾ പ്രതികരിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ തിരുനാവ് കൊണ്ട് പറയുന്ന വാചകം ഓരോ മുസ്ലിമും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റ് പ്രതികരണങ്ങളൊക്കെ രാഷ്ട്രീയം മാത്രമാണെന്നാണോ പറയുന്നത്? അല്ല, ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇതിന് ഒരു ഒച്ചപ്പാടായി മാറിയപ്പോൾ നമുക്കും പ്രതികരിക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ പ്രതികരിക്കുന്നു. സ്വന്തം നിലയ്ക്ക് മുസ്ലിങ്ങളെ ബുൾഡോസർ രാജ് നടത്തിയതിലല്ല ഞങ്ങൾ പ്രതികരിച്ചത്. ഇവിടെ ഒരു ഒച്ചപ്പാടുണ്ടായി. ആണോ? ഇവിടെ വെറുതെ ഒച്ചപ്പാടുണ്ടായതല്ല, ഉണ്ടാക്കിയതാണ്. ലീഗിൻ്റെയൊക്കെ ഇരട്ടത്താപ്പ് ആ വിഭാഗത്തിലെ മനുഷ്യരെ തുറന്നു കാട്ടിക്കൊടുക്കാൻ ലീഗ് ഉൾപ്പെടെ ചേർന്ന് ഭരിക്കുന്ന കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ യു പിയിലെ പോലെ ബുൾഡോസർ രാജ് സാധാരണക്കാരായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്ക് മേൽ ഉരുട്ടിക്കയറ്റിയതിനു ശേഷം അത് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് മറിച്ചു കൊടുക്കാൻ തയ്യാറായിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് നമ്മുടെ മാധ്യമങ്ങളും നമ്മളും മിണ്ടാതെ അങ്ങിരിക്കുക. ആ കുടിയൊഴിപ്പിക്കപ്പെട്ട മനുഷ്യർ മുസ്ലിങ്ങളാണെങ്കിലും സാമ്പത്തികമൊന്നും ഇല്ലാത്ത വെറും കെടുതികളാണ്. നമുക്ക് പ്രധാനം ആരാണ്? സമ്പന്നരായിട്ടുള്ള മുസ്ലിങ്ങൾ. സമ്പന്നരായിട്ടുള്ള മുസ്ലിം നേതാക്കളാൽ നയിക്കപ്പെടുന്ന ലീഗ് എന്ന പ്രസ്ഥാനത്തിന് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് നേരിടുന്ന പ്രശ്നങ്ങളുടെ മനോഭാവം എന്താണെന്ന് ഈ പ്രതികരണം തെളിയിക്കുന്നുണ്ട്. മറ്റ് പ്രതികരണങ്ങളൊക്കെ രാഷ്ട്രീയം മാത്രമാണെന്നാണോ പറയുന്നത്? അല്ല, ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇതിന് ഒരു ഒച്ചപ്പാടായി മാറിയപ്പോൾ നമുക്കും പ്രതികരിക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ പ്രതികരിക്കുന്നു. ഇത് കേട്ടിട്ടെങ്കിലും പാണക്കാട് കുടുംബത്തെയും ലീഗിനെയൊക്കെ അടിമ മനോഭാവത്തിൽ കാണുന്നവർ ഒന്ന് തിരിച്ചറിയുക. നിങ്ങളോടുള്ള പ്രതിബദ്ധതയൊന്നും അല്ല ഈ പ്രസ്ഥാനവുമായിട്ട് നടക്കുന്നത്. അവരുടെ സാമ്പത്തിക ഡീലിങ്സ് എല്ലാം വിപുലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിന് അധികാരം വേണം. അതിന് അധികാരം വേണമെങ്കിൽ ഇവരുടെ വോട്ട് കൂടി വേണം. അതിനെന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തും മതം പറഞ്ഞും ഒപ്പം നിർത്തിയിരിക്കുന്നു എന്നതിനപ്പുറം മുസ്ലിം ലീഗ് എന്ന പേര് മാത്രമേ ഉള്ളൂ. പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള അതിക്രമങ്ങൾക്കിരയാകുന്ന മുസ്ലിങ്ങളോട് ഞങ്ങൾക്ക് വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ല എന്ന് തങ്ങൾ തന്നെ പറഞ്ഞു വെക്കുമ്പോൾ ഇത് ഈ നാട്ടിലെ പിന്നോക്കാവസ്ഥയിലുള്ള മനുഷ്യർ കേൾക്കേണ്ടതാണ്.